നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. ഭ്രമയുഗം എനിക്കൊന്ന് ഈ വർഷം ഇറങ്ങിയതിലൊരു മാസ്റ്റർ സ്ട്രോക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് സിനിമ എന്ന് നമുക്ക് പറയാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, കാണാത്തവർ വിമർശിക്കാം. കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. പരീക്ഷണങ്ങൾ, പ്രധാനമായും 3 കഥാപാത്രങ്ങൾ മാത്രം, ഒരു ഒറ്റ മുണ്ടും തോർത്തുമൊക്കെ കൊണ്ട് മാത്രം വളരെ പരിമിതമായ കാര്യം കൊണ്ട് ഗംഭീരമായ ഒരു മലയാള സിനിമ. ഏകദേശം 60 കോടി കളക്ട് ചെയ്തൊരു മലയാള സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം. സിദ്ധാർത്ഥ ഭരതൻ, അർജുന അശോകനെയൊക്കെ മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമ. കൊടുവൻമൂറ്റി എന്ന് പറയുന്ന കഥാപാത്രമായി ജീവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്ത കഥാപാത്രം. ഒരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് മാറിയാൽ പാളിപ്പോകുന്ന, കോമാളിത്തരമായി പോകുന്ന വേഷം അതിഗംഭീരമായി ചെയ്ത് മമ്മൂട്ടി എന്ന നടൻ കാണിച്ചു തന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന കാര്യം, എനിക്കൊന്ന് വനിതാ ഫിലിം അവാർഡിലാന്ന് തോന്നുന്നു, ടിനി ടോമിൻ്റെ അതിൻ്റെ സ്കിറ്റായിട്ട് കാണണം, അതിനകത്ത് സംശയം വേണ്ട. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമുക്ക് അഭിപ്രായം പറയാമല്ലോ, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. ഈ ടിനി ടോം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്കിറ്റ് ഇപ്പം നിങ്ങളൊന്ന് കയറി നോക്കി യൂട്യൂബിനകത്ത് അടിച്ച് നോക്കിയാൽ സ്കിറ്റ് കാണാം. ഒരു മിനിമം ക്വാളിറ്റി വേണ്ടേ ഒരു സ്കിറ്റിന്? ഇപ്പം നമ്മൾ എത്രയോ ചാനലുകളിലും വേണ്ട സോഷ്യൽ മീഡിയയിൽ മൊത്തം സ്കിറ്റിൻ്റെയും മിമിക്രിയുടെയൊക്കെ ടോപ്പ് എൻഡിൽ നിൽക്കുന്ന സമയത്ത് ഇത്രയും പ്രതിഭാശാലികളെന്ന് പറയപ്പെടുന്നതാണ്. ടിനി ടോമിനെ ഒന്നും നമുക്കൊരു കോട്ടയം നസീറുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം മമ്മൂട്ടിയുടെയൊക്കെ പല സിനിമകളിലും ഡ്യൂപ്പൊക്കെ ചെയ്തതൊക്കെ ഒഴിച്ചാൽ ടിനി ടോമിനെ ഒന്നും ഞാനൊന്നും ഒരു അതിഗംഭീരമായിട്ടൊരു കലാകാരൻ എന്ന് നമുക്ക് തോന്നിയിട്ടേ ഇല്ല പലപ്പോഴും. കാരണം അദ്ദേഹം സ്കിറ്റ് ചെയ്തത് അമ്പേ മാളിപ്പോയി. എനിക്കൊന്ന് ആ ഭ്രമയുഗം സിനിമയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പോലും ആ സിനിമയെ കളിയാക്കുന്നത് പോലെയാണ് ആ സ്കിറ്റ് കണ്ടാൽ. നിങ്ങൾ ആ സ്കിറ്റ് കാണുമ്പം മമ്മൂട്ടിയും വേദിയിലിരിക്കുന്നവരും എല്ലാം അന്തം വിട്ട് ഇതെന്താണ് എന്നുള്ള രീതിയിലിരിക്കുന്നത് നമുക്ക് കാണാം. ആരുടെയും മുഖത്തൊരു ചിരിയല്ല അവിടെ വരുന്നത്, ഒരു കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് സ്കിറ്റ് ഇതാക്കിയത്. അന്നേരം എത്രയോ നല്ല കലാകാരന്മാർ പുറത്തുണ്ട്. ഇപ്പം നമ്മളിപ്പം മിമിക്രി എടുത്താൽ തന്നെ മഹേഷ് എന്ന് പറഞ്ഞ ഇടയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയ എന്ത് അതിഗംഭീര കലാകാരൻ, അല്ലാതെ അതുപോലെ തന്നെ മുന്നിലോട്ട് വരാൻ പറ്റാത്ത നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എത്രയോ അസാധാരണമായ കലാകാരന്മാർ. ഇവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കരുത്. ഈ ടിനി ടോം എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതിനോട് ചുറ്റുപറ്റിരിക്കുന്നവരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ട് സിനിമയിൽ പോലും ഇപ്പം ചളികൾ വിറ്റ് പോകുന്നില്ല. അന്നേരം സ്കിറ്റ് ഇഷ്ടം പോലെ അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലാതുള്ള എല്ലാ കാര്യങ്ങളും തമാശ രൂപേണ അല്ലെങ്കിൽ വളരെ ഇതായിട്ട് നല്ല ഹിറ്റായിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സ്കിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെ ആലോചിച്ചു 100 വട്ടം ഇങ്ങനെയൊക്കെ ചെയ്യുക. കാരണം അത് പ്രേക്ഷകർ കാണേണ്ടതാണ്, നിങ്ങളുടെ വിലയാണ് പോകുന്നത്. ഇപ്പോൾ ടിനി ടോമിൻ്റെ എനിക്ക് തോന്നുന്നു ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു ഇമേജ്, ഇപ്പോൾ ഉള്ള എന്തെങ്കിലും ഉള്ള ഇമേജ് ഉണ്ടെങ്കിൽ അത് പാടെ പോകുന്നൊരു സ്കിറ്റാണ് ഇപ്പം ചെയ്തേക്കുന്നത്. അന്നേരം മിനിമം നിങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി, ഒരു സ്കിറ്റല്ലേ ഉള്ളൂ, സിനിമയിലല്ലോ, സ്ക്രിപ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി നല്ല വൃത്തിയായിട്ട് ചെയ്താൽ നാണക്കേട് ഒഴിവാക്കാം. ഇപ്പം നിങ്ങൾ ടിനി ടോമൊക്കെ ഇപ്പോൾ എയറിലാണ്. അന്നേരം പറഞ്ഞു വരുന്ന ഇതാണ്, തങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ. ഒരു കഥാപാത്രം എടുത്ത് കളിയാക്കുമ്പോഴും മിനിമം നമ്മുടെ ഒരു സ്റ്റഫ് വേണം. തങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും വൃത്തി. അന്നേരം ടിനി ടോമിനെ ടിനി ടോം ഇതുപോലെ ഇനിയും ചെയ്യാതിരിക്കട്ടെ. ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് തോന്നുന്നു, ചെയ്യാതിരിക്കട്ടെ. ഇതെല്ലാം ഭ്രമയുഗത്തിന് കുറച്ചുകൂടെ അതിന് പേര് കിട്ടി ഈ ടിനി ടോമിൻ്റെ സ്കിറ്റ് ഉള്ളതുകൊണ്ട്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയുക. ഇങ്ങനെയുള്ള സ്കിറ്റുകൾ നല്ലതാണോ, ടിനി ടോം എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ധൈര്യമായിട്ട് ഇടുക. എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് പരിഗണനയിലെടുക്കുക. ബൈ.